ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IIT, NIT, IIITകൾ പോലെയുള്ളവരിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റായ JEE മെയിൻസിൻ്റെ സെഷൻ 2ൻ്റെ ഡേറ്റ്സ് വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് തന്നെ കാണാം. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ജോലി നേടാൻ ഉദ്ദേശിക്കുന്ന എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് മേഖലയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു ഈ വീഡിയോയിലൂടെ. സോ സെഷൻ 1 ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അറിയാത്തവരുണ്ടായില്ല വിചാരിക്കാം. സെഷൻ 1 കഴിഞ്ഞു. അതിൻ്റെ എക്സാം ജാനുവരി 30 വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് വെയിറ്റ് ചെയ്യാണ്. സെഷൻ 2, അതായത് ആ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ പേര് JEE മെയിൻ 2024 സെഷൻ 2 ആണ്. ആ സെഷൻ 2 കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, ഈ സെഷൻ 1ലോ 2ലോ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് അതിനുശേഷം വരുന്ന അഡ്വാൻസ് JEE അഡ്വാൻസ് എന്ന് പറഞ്ഞ എക്സാംസിൽ, അഡ്വാൻസ് വേർഷൻ എക്സാംസിലൂടെയാണ് IITകളിലേക്കുള്ള അഡ്മിഷൻ എന്ന് വീണ്ടും നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ജസ്റ്റ് ഒന്ന് പങ്കുവെക്കുകയാണ്. ഇനി സെഷൻ 2 നമുക്ക് ഈ വീഡിയോയിൽ ഇത് മാത്രം ഇൻക്ലൂഡ് ചെയ്യാം. എക്സാമിൻ്റെ ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ സെഷൻ 2ൻ്റെ ഡേറ്റ് വരുന്നത് April 4 മുതൽ April 15 വരെയാണ്. നിങ്ങളുടെ ബോർഡ് എക്സാമിനൊക്കെ ശേഷമാണ്. ഒരുപാട് സമയം പ്രിപ്പയർ ചെയ്യാൻ സ്റ്റിൽ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. സെഷൻ 1 പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ അവർ അലോ ചെയ്യും. അവിടെ പോയി നിങ്ങൾ എക്സാം എഴുതേണ്ടി വരും. ആ ഡേറ്റ്സ് ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ആകാം. ആൻഡ് അപ്ലിക്കേഷൻ ഡേറ്റ്സ് ഓൾറെഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. February 2 മുതൽ അപ്ലിക്കേഷൻ ഓൺ ആണ്. March 2 വരെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സമയമുണ്ട്, 1 മന്ത് സമയമുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് അലോ ചെയ്യുക. സോ നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് നിങ്ങൾക്ക് മേ ബി കിട്ടാതിരിക്കും. സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ ഫുൾ ആവും. ഇനി അടുത്തതായിട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പല കൺഫ്യൂഷൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ 3 ടൈപ്പ് കുട്ടികളാണ് മക്കളെ ഇവിടെ ഉണ്ടാവുക. ജസ്റ്റ് ഒരു വളരെ ഓവറോൾ ആയ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. കഴിഞ്ഞ വർഷം 2023 സെഷൻ 1ലും സെഷൻ 2വിലായിട്ട് എഴുതിയ കുട്ടികളുടെ എണ്ണം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 11 ലക്ഷത്തോളം കുട്ടികളാണ്. 2 സെഷനിലും കൂടി കമ്പൈൻ ചെയ്ത് എഴുതിയ യൂണീക്ക് സ്റ്റുഡൻസിൻ്റെ എണ്ണം 11 ലക്ഷമാണ്. എന്നാൽ ഇത്തവണ 2024 സെഷൻ 1 ജാനുവരി 30 തീർന്ന സെഷൻ 1ൽ മാത്രം ഓൾമോസ്റ്റ് 12 ലക്ഷത്തിനടുത്ത് കുട്ടികൾ എഴുതിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം 2 സെഷനിൽ എഴുതിയതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഈ സെഷനിൽ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പോൾ കോമ്പറ്റീഷൻ കൂടാന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ഓർക്കുക. സോ സെഷൻ 2 നിങ്ങൾ എഴുതിയേ തീരൂ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സെഷൻ 1ൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സെഷൻ 2 എഴുതണം. ആൻഡ് ഒരു സംശയം കൂടി ഞാൻ പറഞ്ഞുതരാം. സെഷൻ 1ൽ നല്ല മാർക്ക് ഉണ്ട്, സെഷൻ 2ൽ മാർക്ക് കുറഞ്ഞു പോയാൽ ഒന്നും പേടിക്കേണ്ട. ഔട്ട് ഓഫ് 2 ഏതാണ് ബെസ്റ്റ് അത് മാത്രമാണ്, അതിൻ്റെ പെർസെൻറ്റേജ് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ അതിലൊരു പേടിയും വേണ്ട. സോ സെഷൻ 2 നിങ്ങൾ എഴുതണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആൻഡ് 3 ടൈപ്പ് കുട്ടികളാണ് ഇവിടെ ഉണ്ടാവുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നവംബറിലായിരുന്നു സെഷൻ 1ൻ്റെ അപ്ലിക്കേഷൻ ക്ഷണിച്ചത്. അന്ന് തന്നെ അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, സെഷൻ 1ഉം സെഷൻ 2ഉം നിങ്ങൾ എഴുതുന്നു എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടിക്ക് ചെയ്തവർക്ക് പ്രത്യേകിച്ച് NTA ഒന്നും പറയുന്നില്ല, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. കാരണം അതിൻ്റെ ഫീസ് വരെ അവിടെ അടച്ചു കഴിഞ്ഞാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ, അതായത് ഒന്നെങ്കിലും പേപ്പറുകൾ, അതായത് നിങ്ങൾ ഇതിൻ്റെ പ്ലാനിങ് പോലത്തെ പേപ്പേഴ്സ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രം അതേപോലത്തെ പേപ്പേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻസിൻ്റെ മീഡിയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് കോഡ്, ആ ഒരു കോഡ്സ്, അതായത് നിങ്ങൾ പെർമനൻറ്റ് അഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ അഡ്മിഷൻസ് കാര്യങ്ങൾ മാറ്റാൻ പറ്റും. അല്ലാതെ നിങ്ങളുടെ പേരോ ഫാദറിൻ്റെ മദറിൻ്റെ നെയിം അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും മാറ്റാൻ പറ്റില്ല. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഇതിനെന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എക്സ്ട്രാ പേപ്പർ എഴുതുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ട്രാ ഫീസ് അടച്ചാൽ മതി. സോ ഓൾറെഡി നവംബറിൽ 2 സെഷനും അപ്ലൈ ചെയ്തവർക്ക്, ഫീസ് അടച്ച കുട്ടികൾക്ക് യാതൊരു കാര്യമായ അപ്ഡേറ്റും ഇവിടെ വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെബ്സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. എക്സാമിൻ്റെ ബാക്കി ഡേറ്റുകൾ, ഹോൾ ടിക്കറ്റ് ഒക്കെ ആസ് യൂഷ്വൽ വന്നോളും. ഇനി ടൈപ്പ് 2 ആയിരിക്കും മറ്റൊരു സെഷൻ കുട്ടികൾ. അതായത് നവംബറിൽ സെഷൻ 1 അപ്ലൈ ചെയ്തു, അവർ എക്സാം എഴുതാതിരിക്കുക പ്രശ്നമില്ല. നവംബറിൽ നിങ്ങൾ എന്ത് ചെയ്തു, രജിസ്റ്റർ NTAയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് സെഷൻ 1 നിങ്ങൾ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. സെഷൻ 2 അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. പല കുട്ടികളും മേ ബി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതായത് അവർ സെഷൻ 2 ബേസിക്കലി ഫീസ് അടച്ചിട്ടില്ല. അക്കൂട്ടർ ചെയ്യേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഈ ചില കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേരോ മറ്റ് അങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ് മാറ്റാൻ NTA സമ്മതിക്കുന്നില്ല. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, സെഷൻ 1 അപ്ലൈ ചെയ്തു, സെഷൻ 2 അന്ന് അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ പുതിയ രജിസ്ട്രേഷൻ ആയിട്ട് ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനും അത് കാരണമാകും. ഒരിക്കലും 2 അപ്ലിക്കേഷൻ പാടില്ല. നിങ്ങൾ സെയിം ലോഗിൻ, നിങ്ങൾ സെഷൻ 1ൻ്റെ സമയത്ത് ചെയ്ത അതേ സെയിം ലോഗിനിലായിരിക്കണം നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്യേണ്ടത്. എന്നിട്ട് പേപ്പർ 2ന് സെപ്പറേറ്റ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ അപ്ലിക്കേഷൻ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്, നിങ്ങളുടെ അപ്ലിക്കേഷൻ തള്ളിപ്പോകും. ആൻഡ് നിങ്ങളുടെ സെഷൻ 1ൻ്റെ ആ ഒരു ഇതൊക്കെ കംപ്ലീറ്റ് ഫെയിലർ ആവും കേട്ടോ. ഇനി 3ാമത്തെ സെഷൻ, ഇതുവരെ നവംബറിൽ സെഷൻ 1 അപ്ലൈ ചെയ്തില്ല, സെഷൻ 2 അപ്ലൈ ചെയ്ത്, അതായത് ഫ്രഷ് രജിസ്ട്രേഷൻസ്, അവർക്ക് ആസ് നോർമലാണ് നിങ്ങളുടെ വെബ്സൈറ്റ്
വെബ്സൈറ്റിൽ കയറി NTA മെയിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അതെങ്ങനെ ഫില്ല് ചെയ്യണമെന്നൊക്കെ ഈ ചാനലിൽ തന്നെ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണാം. ആൻഡ് ഇതിൻ്റെ കാര്യങ്ങൾ ഇനി ജസ്റ്റ് ഓവറോൾ ഉള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മക്കളെ, ഈ എക്സാമിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വരിക. സെഷൻ 1ൻ്റെ പെർസെൻറ്റേജിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഫെബ്രുവരി 12-നാണ്. പെർസെൻറ്റേജിലേ വരുന്നുള്ളൂ, ഓൾ ഇന്ത്യ റാങ്ക് വരുന്നില്ല. അപ്പോൾ അതും കൂടി ഈ സെഷൻ 2 കഴിഞ്ഞിട്ടാണ് വരിക. സോ ഇതോടുകൂടി നിങ്ങൾക്ക് ഒരു NIT-കളിലേക്കോ IIT-കളിലേക്കോ അതായത് JEE മെയിൻസ് അടിസ്ഥാനമാക്കി അഡ്മിഷനിലേക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരുപാട് 30,000 അങ്ങനെ എന്തോ സീറ്റ് ഉണ്ട്, കറക്റ്റ് നമ്പേഴ്സ് എനിക്ക് ഓർമ്മയില്ല. അത്രയും സീറ്റുകൾ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് നല്ല ചാൻസ് ഉണ്ട്. സോ സെഷൻ 2 നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതുക. കോമ്പറ്റീഷൻ കൂടി വരുന്നതുകൊണ്ട് നിങ്ങൾ സെഷൻ 1-ൽ മാർക്ക് ഉണ്ടെങ്കിൽ പോലും എഴുതുക. ആൻഡ് മറ്റൊരു കാര്യം, ഇതിൻ്റെ എല്ലാ ലൈവുകളൊക്കെ ഓൾറെഡി റണ്ണിങ് ആണ്. സെഷൻ 1-ൻ്റെ ഫുൾ ലൈവുകൾ നമ്മൾ എഡ്യൂബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എഡ്യൂബോർഡിൻ്റെ എഡ്യൂബോർഡ് JEE എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ കിട്ടും. ഈ വീഡിയോ വേറെ ഏതാ ചാനലിൽ കാണുകയാണെങ്കിൽ കേട്ടോ, +2 ചാനലൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാനലിലെ ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് കൂടെ ലഭിക്കും. അതിൽ കാണുന്ന ലൈവ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക, അതിൽ പറയുന്ന ടിപ്സ് ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ സെഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് JEE 1-ൻ്റെ. സോ അതൊക്കെ JEE മെയിൻസ് 1-ൻ്റെ ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം നിങ്ങൾ കാണാം. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് എഴുതുക. നല്ലൊരു എക്സാം തന്നെ ആയിരിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണം, ആദ്യമേ നിങ്ങളെല്ലാവരും ആശംസിക്കുകയാണ്.